നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കേട്ടോ മോളെ, നീ ഇതുവരെ അറിയാതെ പോയൊരു കാര്യമുണ്ട്. നീ ഹോസ്പിറ്റലായിരുന്ന സമയം ഞാനും കാഞ്ചനയും മനസ്സുകൾ കൊണ്ട് ഒരുപാട് ദൂരം അകന്നതാ. അത്രയ്ക്ക് കുറച്ച് പറയണ്ടങ്ങളെ. രണ്ടുപേരും പരസ്പരം ഡിവോഴ്സ് വേണോന്ന് വരെ വാശി പിടിച്ച് നിന്നതാ. ഒന്നും നിന്നെ അറിയിക്കണ്ടെന്ന് കരുതി ആരും പറയാതിരുന്നതാ. നിങ്ങൾ തമ്മിൽ സ്വരച്ചേർച്ചയിലല്ലെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഞാനത് അമ്മോനോട് പറയുകയും ചെയ്തു. വളരെ കാലം ഒന്നിച്ച് ജീവിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല മോളെ. ചെറിയൊരു വിഷയം മതി അതുവരെയുള്ള സ്നേഹവും വിശ്വാസവും തകരാൻ. അപ്പൊ സീരിയസ് ആയിരുന്നല്ലേ? അല്ലെന്ന് എന്തിനു പറയണം? 26 വർഷം കൂടെ ജീവിച്ച മനുഷ്യൻ മുഖത്ത് നോക്കി ഡിവോഴ്സ് ചോദിച്ച ഒരു ഭാര്യ എന്ത് ചെയ്യണം? ഇനി അതേ പിടിച്ചൊരു തർക്കമൊന്നും വേണ്ട. രണ്ടുപേർക്കിടയിലെ മഞ്ഞുരുക്കിയത് അമ്മുവാ. എന്നിട്ട് നീ ഇതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ അമ്മു. ചേച്ചിയുടെ അച്ഛനും അമ്മയ്ക്കും അതിന് കഴിയില്ല. പ്രഭയ്ക്ക് അതിന് കഴിയാഞ്ഞിട്ടാണോ മോളെയും കൊണ്ട് ചന്ദ്രകാന്തത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞത്? പോകാൻ അമ്മു സമ്മതിച്ചിട്ട് വേണ്ടേ? സ്നേഹമെന്തെന്ന് അമ്മ നിങ്ങളെയും പഠിപ്പിച്ചു. പ്രതിഫലം ആഗ്രഹിക്കാത്ത സ്നേഹമാ മോളെ നിന്റേത്. നിന്നോട് ഞാൻ ചെയ്തു പോയ തെറ്റുകൾക്ക് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ മാപ്പ് ചോദിക്കുക. കാഞ്ചന എന്നോട് പോലും സോറി പറഞ്ഞതായിട്ട് എന്റെ അറിവിലില്ല. അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നേ? ചേച്ചി പറഞ്ഞതുപോലെ ഞാനൊരു സ്വപ്നം കാണാണോ? ഇനി അമ്മോന്റെ സ്ഥാനം എന്റെ മനസ്സില്. ഇനി ഞാൻ എന്റെ മോളെ ആർക്കും വിട്ടുകൊടുക്കില്ല. ശ്രീകുട്ടി പറഞ്ഞതുപോലെ ദൈവം എന്റെ രണ്ടാമത്തെ മകളെ എനിക്ക് തിരിച്ചു തന്നു. രാജു, അടിക്കടാ വിസില്. പിന്നെന്താ, എപ്പ അടിച്ചെന്ന് ചോദിച്ചാ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.